നിങ്ങൾ മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് ഓരോരോ മെത്തേഡാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് എന്താ അറ്റ് എ ടൈം നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണമെന്നില്ല. അതുപോലെ എ സി ബ്രിഡ്ജസ് ഉണ്ടല്ലോ. എ സി ബ്രിഡ്ജസിനാണെങ്കിൽ എന്താ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലെന്താ ക്യൂ ലോ ക്യൂ ആണെങ്കിൽ ഏത് മീറ്റർ ആണ് യൂസ് ചെയ്യുക, അതേപോലെ ഹൈ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഏത് മീറ്റർ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് അറിയണമെന്നില്ല. ഓക്കെ, അത് അതിൻ്റെ പേര് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ റിവ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ പാർട്ട് 8 വീഡിയോസ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസ് പ്രകാരം തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്. ബേസിക് ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്, അതേപോലെ സർക്യൂട്ട് ലോ, എ സി ഫണ്ടമെന്റൽസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെഷർമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ത്രോട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അധികം സ്ട്രെസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം വോളിയത്തിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എനിവേ നമുക്ക് കണ്ടന്റിലോട്ട് പോവാം. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇവ നിങ്ങളുടെ താഴെ എന്താ കമന്റ് ചെയ്യാട്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്തൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു മൂവ് ദി പോയിന്റർ ഫ്രം ദി സീറോ പൊസിഷൻ. സീറോ പൊസിഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിന്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായ ഫോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ഒരു ആൻസർ? അതായത് ആ ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റിന് സഹായകമായ ഫോഴ്സ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് വരുന്നുണ്ടാവുക അല്ലെ. അതായത് ദ ഫോഴ്സ് റിക്വയർഡ് ഫോർ മൂവിംഗ് ദി പോയിന്റർ ഫ്രം ദി റെസ്റ്റ് ഓൺ ദി കാലിബ്രേറ്റഡ് സ്കെയിൽ ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മെഷറിംഗ് ക്വാണ്ടിറ്റി എന്ന രീതിയിൽ നമ്മൾ പറയുമല്ലോ. അതായത് ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മെഷറിംഗ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ എല്ലാത്തിന്റെയും വീഡിയോ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഇതൊരു PDF ആയിട്ട് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്ത് തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. മൂവിംഗ് കോയിൽ പെർമനന്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. എന്താ വരിക? അതായത് PMMC ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. PMMC നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ? DC കേസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ. നേരെ മറിച്ച് മൂവിംഗ് അയൺ ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ കറന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഈസ് പാസ് ത്രൂ എ സെന്റർ സീറോ PMMC മീറ്റർ. സെന്റർ സീറോ എന്നില്ല, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നോക്കുക കേട്ടോ. ദ സെന്റർ സീറോ PMMC മീറ്റർ ആൻഡ് എ മൂവിംഗ് അയൺ മീറ്റർ. ദ 2 മീറ്റേഴ്സ് വിൽ റീഡ്. PMMC ആകുമ്പോൾ എന്താ അവിടെ DC വാല്യൂ മാത്രമേ മെഷർ ചെയ്യുന്നുണ്ടാവുള്ളൂ. മൂവിംഗ് അയൺ ആണെങ്കിലോ അവിടെ RMS വാല്യൂ ആണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് -6 ആണ്. -6 ആയതുകൊണ്ട് സെന്റർ സീറോ ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് സ്വാഭാവികമായിട്ട് പോകുന്നുണ്ടോ അല്ലെ. അപ്പോൾ DC ആകുമ്പോൾ എന്താ -6 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ ബിയും വരാം, ഓപ്ഷൻ സിയും വരാം. ഓപ്ഷൻ എ എന്തായാലും വരില്ല, 6 ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ഡിയും വരില്ല. രണ്ടാമത്തെ കേസിൽ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാം. ഈ RMS is root of 6 square plus 8 root 2 the whole square divided by 2. റൂട്ട് സ്ക്വയർ ആകുമ്പോൾ 2 ആയി, 2 കട്ടായി പോയി അല്ലെ. ബാക്കി 36 പ്ലസ് 64 റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 ആംപിയർ. -6 10 ആംപിയർ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഇതേപോലെ ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വെച്ചാൽ എല്ലാം PYQs ആണ് കേട്ടോ. ഓക്കെ, പല എക്സാമിന് ഡിപ്ലോമ ലെവൽ പല എക്സാമിന് ചോദിച്ച PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പോയിന്റർ ഓഫ് എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് ജനറലി മെയ്ഡ് അപ്പ് ഓഫ്. അലുമിനിയം ആണല്ലേ. ലൈറ്റ് വെയിറ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ അല്ലെ അലുമിനിയം അല്ല നമ്മൾ പറയുന്നുണ്ടാവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഡാമിംഗ് പ്രൊവൈഡഡ് ഇൻ മൂവിംഗ് അയൺ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് ഓഫ് ടൈപ്പ്. ഡാമ്പിങ്, വിച്ച് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണോ? സ്പ്രിംഗ് ആണോ, എയർ ഫ്രിക്ഷൻ ആണോ, അല്ലെങ്കിൽ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണോ? മൂവിംഗ് അയണിന്റെ കേസ് നമ്മൾ ഏത് ടൈപ്പ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? മൂവിംഗ് അയണിന്റെ കേസിൽ നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ഒക്കെ എവിടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്ന എല്ലാവരും പറയാട്ടോ. ഓക്കെ, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുന്ന എല്ലാവരും നിങ്ങൾ എന്റെ താഴെ കമന്റ് ചെയ്യാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഹാസ് ദി ഹയസ്റ്റ് ഫ്രീക്വൻസി റേഞ്ച് വിത്ത് അക്യുറസി വിതിൻ ദി റീസണബിൾ ലിമിറ്റ്? എന്താ നമുക്കറിയുന്നുണ്ടാവും തെർമോകപ്പിൾ ഇൻസ്ട്രുമെന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി റേഞ്ച് വിത്ത് ദി അക്യുറസി ആണ് പറയുന്നുണ്ടാവുക അല്ലെ. തെർമോകപ്പിൾ ഇൻസ്ട്രുമെന്റിന്റെ കേസിലാണ് വരുന്നുണ്ടാവുക. ഇത് കുറെ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാമിംഗ് ഈസ് പ്രൊവൈഡ് ഇൻ ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ടു. ഡാമിംഗ് നമ്മൾ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? എഡ്ഡി കറന്റ് ഡാമിംഗ്, അല്ലെങ്കിൽ എയർ ഫ്രിക്ഷൻ ഡാമിംഗ്, അല്ലെങ്കിൽ അല്ലെ. അപ്പൊ എന്തിനാ നമ്മള് ഡാമിംഗ് ഈസ് പ്രൊവൈഡ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ടു എന്താ? അതായത് ഒരു നമുക്ക് അവിടെ എന്താ ചിലപ്പോൾ അവിടെ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയി കഴിഞ്ഞാലും അല്ലെ, നമ്മൾ എന്താ പറയാ, ടി ഡി ഇസ് ഈക്വൽ ടു ടി സി എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. എന്നിരുന്നാലും എന്താ അവിടെ ചെറിയൊരു ഓസിലേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഓസിലേഷൻസ് എന്താ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഓസിലേഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോയിന്ററിന്റെ ഫൈനൽ പൊസിഷൻ എന്താ കിക്കിൽ നമുക്കത് സ്റ്റേബിൾ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ടു ബ്രിങ് ദ പോയിന്റർ ടു ദി ഫൈനൽ പൊസിഷൻ ക്വിക്കലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which one of the following instruments is commonly used to measure the primary current of a transformer connected to the mains? ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക് ആണോ കറന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമുക്ക് അവിടെ മൂവിംഗ് അയൺ മീറ്റർ എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ബെറ്റർ ചോയ്സ് ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, മൂവിംഗ് അയൺ മീറ്റർ അല്ലെ. കറന്റ് ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു മെയിൻസ്, അപ്പോൾ സി ടി എന്തായാലും അവിടെ പറഞ്ഞാലും മൂവിംഗ് അയൺ മീറ്റർ എന്ന രീതിയിൽ തന്നെയായിരിക്കും ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നതാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദി following indicating instruments have linear scale? Which of the following indicating instruments have the linear scale? ലീനിയർ സ്കെയിൽ ഇതിനെ വരുന്നുണ്ടാവുള്ളൂ പെർമനന്റ് മാഗ്നറ്റ്, മൂവിംഗ് കോയിൽ മീറ്ററിന്റെ കേസിൽ മാത്രമേ വരുന്നുണ്ടാവും. മൂവിംഗ് അയന്റെ തെർമോകപ്പിളിന്റെ റെക്ടിഫയർ ടൈപ്പിന്റെ കേസിൽ വരുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ഡി ആണ് വരുന്നുണ്ടാവുക, ഓൺലി 2. കൺസിഡർ ദി ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്, വിച്ച് ഓഫ് ദി അബവ് ഇൻസ്ട്രുമെന്റ് ഈസ് ഫ്രീ ഫ്രം ദ ഹിസ്റ്ററീസ് ആൻഡ് എഡ്ഡി കറന്റ്. എപ്പോഴും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ് ഈസ് ഫ്രീ ഫ്രം ഹിസ്റ്ററീസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ. മൂവിംഗ് അയൺ എന്താ, ബോത്ത് എ സി ഡി സി നമുക്ക് അവിടെ മെഷർ ആയിട്ട് പറ്റുന്നുണ്ടാവും. സിമ്പിൾ കാര്യം. The torque which deflects the pointer on a calibrated scale according to the electrical quantity passing through the instrument. എന്താ, ഇതാണ് നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ വേറൊരു പേരെന്താ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ വേറൊരു പേരെന്താ നിങ്ങൾ പഠിച്ചേക്കുന്നത്? റീസ്റ്റോറിംഗ് ടോർക്കാണോ, ഡാമിംഗ് ടോർക്കാണോ, ഡിസ്ട്രാക്റ്റിംഗ് ടോർക്കാണോ? അല്ല, ദി ഓപ്പറേറ്റിംഗ് ടോർക്ക് അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമിംഗ് ടോർക്ക്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വേറൊരു പേരെന്താ, ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും അല്ലെ. അതായത് ടോർക്ക് വിച്ച് ഡിഫ്ലക്ട്സ് ദി പോയിന്റർ ഓൺ എ കാലിബ്രേറ്റഡ് സ്കെയിൽ ഇസ് കോൾഡ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കറന്റ് ത്രൂ ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് എ moving iron instrument is doubled, the operating force becomes. Operating force എന്ന് പറയുന്നത് it is nothing but the deflecting torque. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ആണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ടി ഡി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പല പേരിലും എന്താ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെടുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ കേസിൽ, മൂവിംഗ് അയൺ കേസിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ടി ഡി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ എന്നുള്ള രീതിയിൽ നമ്മളവിടെ പഠിച്ചിട്ടല്ലേ. അല്ല, നമുക്ക് എന്ത് വരും, ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ്, അല്ലെങ്കിൽ സോറി ഐ സ്ക്വയർ അല്ലെ. ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ടി ഡി ടു ബൈ ടി ഡി വൺ ഷുഡ് ബി ഈക്വൽ ടു ഐ ടു ബൈ ഐ വൺ ഡി ഹോൾ സ്ക്വയർ. ഐ ടു എന്ത് ചെയ്തു പറഞ്ഞത്, ഡബിൾ ഐ എന്നാണ് പറയുന്നത്. അപ്പൊ ഐ ടു ഈസ് നത്തിങ് ബട്ട് 2i1 ബൈ
I1 the whole square. അപ്പോൾ 4 ടൈംസ് ആയി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് TD2 is nothing but 4 ടൈംസ് TD1. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല. പക്ഷെ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവാൻ സാധ്യത. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A DC voltmeter has a sensitivity of 1000 ohm per volt. When it measures the half the full scale in 100-volt range, the current through the voltmeter is the current through the voltmeter is. അതായത് ഹാഫ് ഫുൾ സ്കെയിൽ ഇൻ 100-volt റേഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ സെൻസിറ്റീവ് ആണെന്നുകൊണ്ട് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ IFSD നമുക്ക് അവിടെ കണ്ടുപിടിക്കാണ്ട് പറ്റും അല്ലെ, 1 ബൈ സെൻസിറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ IFSD കണ്ടുപിടിച്ച് ഇതിന്റെ ഹാഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയില്ല. ഓക്കെ, അപ്പോ IFSD എന്ന് പറയുമ്പോൾ എന്താ സത്യമായിട്ട് 1 ബൈ സെൻസിറ്റിവിറ്റി അല്ലെ, 1 ബൈ 1000. 1 ബൈ 1000 പറയുമ്പോൾ സത്യമായിട്ട് 1 മില്ലി ആംപിയർ. അപ്പോ ഹാഫ് FSD എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിന്റെ ഹാഫ് എടുക്കുക. 0.5 മില്ലി ആംപിയർ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ മൂവിംഗ് അയൺ അമ്മീറ്റർ ദ ഡിഫ്ലക്ഷൻ തീറ്റ ഓഫ് ദി പോയിന്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി. നമുക്ക് കൺസെപ്റ്റ് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? കൺട്രോളിംഗ് ടോർക്കും അതേപോലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കൊരു ഫൈനൽ സ്റ്റേബിൾ വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവാം അല്ലെ. അപ്പോൾ TC ഷുഡ് ബി ഈക്വൽ ടു TD ആണ് ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്താ പറയുക? TC എന്ന് പറയുമ്പോൾ ഇറ്റ് അതിൽപ്പെട്ട് K തീറ്റ അല്ലെ. TD പറഞ്ഞാലോ ഹാഫ് I² ഇൻറ്റു DL ബൈ D തീറ്റ അല്ലെ. ഹാഫ് I² ഇൻറ്റു DL ബൈ D തീറ്റ. അപ്പൊ ഇത് തീറ്റ എന്ന് പറഞ്ഞാലോ 1 ബൈ 2K ഇൻറ്റു I² ഇൻറ്റു DL ബൈ D തീറ്റ. ഇത് നമുക്ക് എന്താണ് പറ്റും? തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറന്റ് അല്ലെ. സ്ക്വയർ ഓഫ് ദി കറന്റ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് കറന്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്കെയിൽ യൂണിഫോം അല്ല അതിന്റെ രീതിയിൽ പറയുന്നുണ്ടാവും, സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ടാവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്പ്രിംഗ് കൺട്രോൾഡ് മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ഡ്രോസ് എ കറന്റ് ഓഫ് 1 മില്ലി ആംപിയർ ഫോർ full scale value of 100 volt. If it draws a current of 0.5 milliampere, the meter reading is. അതായത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഫോളോ ദി സ്ക്വയർ ലോ അല്ലെ. അതായത് തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു I² ആണ് നമ്മളവിടെ പറയുന്നുണ്ടാവുക അല്ലെ. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു I² അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V ഈസ് പ്രൊപ്പോർഷണൽ ടു I² എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദ മീറ്റർ റീഡിംഗ് ആണ്, വോൾട്ടേജ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 100 വോൾട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. 1 മില്ലി ആംപിയറിന്റെ കേസിൽ 100 വോൾട്ട്. അപ്പോ വിയുടെ കേസിൽ എത്രയാണെന്നാണ് 0.5ന്റെ കേസിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V ബൈ 100 ഷുഡ് ബി ഈക്വൽ ടു 0.5 ബൈ 1 ദ ഹോൾ സ്ക്വയർ. മില്ലി ആംപിയറും കട്ടായി പോയി. അപ്പൊ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ഇൻറ്റു 100. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ. മൂവിംഗ് കറന്റ് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട് ഈസ് I is equal to moving iron ammeter is connected in the circuit to measure this current. The reading of the meter will be. Reading എന്തായിരിക്കും? റീഡിങ് RMS വാല്യൂ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിന്റെ RMS വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കുറെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ വന്നൊരു എററാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 18 ആകുമ്പോൾ 80² വരും അല്ലെ. പിന്നെ
സൈൻ ഒമേഗ ടി. അപ്പോൾ 10² അല്ലെങ്കിൽ 10/√2 7/√2 അപ്പോൾ 18ന്റെ സ്ക്വയർ എത്ര വരിക? നിങ്ങൾ 20 വരെയുള്ള വാല്യൂസിന്റെ സ്ക്വയർ ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 18ന്റെ സ്ക്വയർ പറയുമ്പോൾ 324. 100ന്റെ സ്ക്വയർ ആയി എന്നാ 10ന്റെ സ്ക്വയർ 100, 100/2 50. അപ്പൊ 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49/2 പറയുമ്പോൾ 24.5. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4 4 8 5 7 9 √398.5. നോക്ക്, റൂട്ട് 390 റൂട്ട് 400 ആണെങ്കിൽ മാത്രമേ 20 വരുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ 400 398 വേറെ 18 അല്ല, 18 324 വന്നു ടോട്ടല്. അപ്പൊ ഇവിടെ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 ആംപിയർ എന്ന രീതിയിൽ പറയാം. ഓക്കെ, വേറെ ആൻസർ ഒന്നും അതിലില്ല. 18ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 324 വരിക അല്ലെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഒരു സിലബസ് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കി വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ എന്താ വാട്ട് മീറ്റേഴ്സിലേക്ക് വന്നല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ ടു വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് പവർ കാൽക്കുലേഷൻ ഓഫ് എ 3-phase ബാലൻസ്ഡ് സ്റ്റാർ കണക്ടഡ് സിസ്റ്റം. വാട്ട് ഇസ് ദി പവർ ഫാക്ടർ ഓഫ് ദി സിസ്റ്റം ഇഫ് വൺ ഓഫ് ദി വാട്ട് മീറ്റർ ഷോസ് 0 റീഡിംഗ് ആൻഡ് ദി അതർ ഷോസ് എ പോസിറ്റീവ് റീഡിംഗ്. അവിടെ പഠിച്ചിട്ടുണ്ടാവും 0, 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആംഗിള്. ഓക്കെ, വാട്ട് മീറ്റർ റീഡിങ് W1 W2 ഒക്കെ 0 ആകുമ്പോ ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട. 1.86 1/2 0. ഓക്കെ, ഇത് ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അതായത് ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ്, 0, 30, 60, 90, 45 കൂടി പഠിക്കുക. കോസ് 45 കൂടി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് വൺ ഓഫ് ദി വാട്ട് മീറ്റർ ഷോസ് 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ കോസ് 60.5 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, അല്ലെ, എന്താ പറഞ്ഞേക്കുന്നത്? സോറി, ടാൻ ഇൻവേഴ്സ് പറഞ്ഞിട്ട് പോട്ടല്ലോ. സോറി, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡ് ബൈ W1 പ്ലസ് W3 അല്ലേ. ഇപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുണ്ടാവുക. ഇൻ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ദ മൂവിംഗ് കോയിൽ ഈസ് ദി മൂവിംഗ് കോയിൽ എന്താ? കറണ്ട് കോയിലാണോ പൊട്ടൻഷ്യൽ കോയിലാണോ? എപ്പോഴും തെറ്റിക്കുന്നതാണ്. മൂവിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ കോയിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ മെഷർമെന്റ് ഓഫ് എ 3-phase പവർ ബൈ 2 wattmeter method, the 2 wattmeter indicates the equal reading if the power factor is 0 ആകുമ്പോഴാണ് അല്ലെ. സോറി, ആംഗിൾ 0 ആകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം, UPF ആയിരിക്കണം അല്ലെ. ഓക്കെ, ആ ഒരു ടേബിൾ പഠിച്ചിട്ടാൽ പെട്ടെന്ന് ആൻസറിലേക്ക് താണ്ടി പറ്റും. A 400 volt 3-phase 50 hertz balanced source is supplying power to a balanced 3-phase load. The line current flowing through the load is 5 ampere at a power factor angle of 30 degrees lagging. The reading of the 2 wattmeter used to measure the load power are. എന്ത് ചെയ്താൽ മതി? W1 W2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ W1 എന്താ? VL/IL cos 30 minus 5. W2 ചെയ്യാലോ VL/IL cos 30 plus 5 ആണ്. ഇവിടെ 5 തന്നിട്ടുണ്ട്, എത്ര? 30 ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 മൈനസ് 5 കഴിയുമ്പോൾ അവിടെ 0 ആണ്. കോസ് പറഞ്ഞാൽ 1. അപ്പൊ VL/IL കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തെ കേസിലോ cos 60 വരും അല്ലെ. cos 60 കണ്ടുപിടിച്ചിട്ട് VL/IL കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടില്ല നമുക്ക്? 5, 30 നമുക്ക് തന്നിട്ടുണ്ട്. VL നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 400 വോൾട്ട്. I എല്ലാം നമുക്ക് അത് ലൈൻ കറണ്ട് എത്ര തന്നിട്ടുണ്ട്? 5 ആംപിയർ.
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. റിയൽ IL cos 30 മൈനസ് 5 30 പ്ലസ് 5. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് എന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. VLIL cos 30 മൈനസ് 5 VLIL cos 30 പ്ലസ് 5. അപ്പോൾ 400 500 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2000 വാട്ട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 2000 വാട്ട്സ് വരുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ഡിയും കൂടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. പിന്നെ പിന്നെ കോസ് 60 ആണ് എക്സ്ട്രാ വരുന്നല്ലേ. കോസ് 60 എന്ന് പറയുമ്പോൾ എത്ര 1/2 ആണ് വരുന്നുണ്ടാവും അല്ലെ. കൊണ്ട് കോസ് 60 1/2 സ്വാഭാവികമായിട്ടും 2000ഉം 1000ഉം 2000ഉം 1000 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓക്കെ, എ മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്കെ, എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. നമുക്ക് ആ ഒരു എലിമിനേഷൻ മെത്തേഡ് അവിടെ പറ്റില്ല. റീഡിംഗ് ഓഫ് ദി 2 വാട്ട് മീറ്റേഴ്സ് അല്ല, 2000ഉം 1000ഉം കിട്ടുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2 വാട്ട് മീറ്റേഴ്സ് കണക്റ്റഡ് ടു മെഷർ ദി പവർ ഇൻ എ ബാലൻസ്ഡ് 3 phase ലോഡ് reads the 1000 watts and 250 watts respectively. The later reading has been taken after reversing the connection of the current coil. The total power taken by the load is. അപ്പൊ അതായത് 250 വാട്ട്സ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ കണക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ നെഗറ്റീവ് പവർ. നമ്മൾ ലാബിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റീഡിങ്സ് മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കും. ഐ മീൻ മെഷർ ചെയ്യും, എന്നിട്ട് അതിന്റെ നെഗറ്റീവ് എടുക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ പവർ ടേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇറ്റ് ഷുഡ് ബി 1000 മൈനസ് 250 750 വാട്ട്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലാബിൽ നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തതാണല്ലേ. ഓക്കെ, ബട്ട് W1 മൈനസ് W2 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇൻ കാലിബ്രേഷൻ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട്മീറ്റർ ബൈ പൊട്ടൻഷ്യോമീറ്റർ ഫാനൽ ലോഡിംഗ് അറേഞ്ച്മെന്റ് ഈസ് യൂസ്ഡ്. ഫാനൽ ലോഡിംഗ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് അവിടെ ഇതൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലേ. ഓക്കെ, ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫാനിങ് ലോഡിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? അത് അവിടെ നമുക്ക് എന്താ പറയണ്ട, ലോസ് കുറവായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ ലോസ് 0 ആണെന്ന രീതിയിൽ പറയാം. അപ്പൊ ഇവിടെ ദ പവർ കൺസ്യൂംഡ് ഇൻ ദി കാലിബ്രേഷൻ വർക്ക് ഈസ് മിനിമം. ഓക്കെ, ദ പവർ കൺസ്യൂംഡ് ഇൻ ദി കാലിബ്രേഷൻ വർക്ക് ഈസ് മിനിമം. അപ്പൊ ഇവിടെ എന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് വാട്ട് അവർ മീറ്റർ ഈസ് യൂസ്ഡ് ഓൺലി ഇൻ AC സർക്യൂട്ട്സ്? AC സർക്യൂട്ട്സിൽ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണുള്ളത്? ജസ്റ്റ് അതിൽപ്പെടുത്ത ഇൻഡക്ഷൻ ടൈപ്പ് അല്ലേ നിങ്ങൾ പറഞ്ഞേക്കാം അല്ലെ. ഇൻഡക്ഷൻ ടൈപ്പ് ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ക്രീപ്പിംഗ് ഈസ് ഒബ്സർവ്ഡ് ഇൻ. ക്രീപ്പിംഗ് എവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി എനർജി മീറ്ററിലാണ് അല്ലെ. ക്രീപ്പിംഗ് എറർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എനർജി മീറ്ററിലാണ് ക്രീപ്പിംഗ് ഉണ്ടാവുക. എന്താണ് ക്രീപ്പിംഗ് എന്നെല്ലാവരും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ക്രീപ്പിംഗ് ഉണ്ടാവുക, ക്രീപ്പിംഗ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, an archimeter is designed to make 100 revolutions for 1 unit of energy. The number of revolutions when connected to a load of 40 ampere at 230 volt and 0.95 power factor lag for an hour is. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എനർജി മീറ്റർ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താ? K is to the button നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ പവർ ഇൻ കിലോ വാട്ട് ആൻഡ് ടൈം ഇൻ അവർ അല്ലെ. അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറ്റും? നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം നമ്പർ ഓഫ് റെവല്യൂഷൻസ്. അതിന്റെ എനർജി മീറ്റർ കോൺസ്റ്റന്റ് K is nothing but നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ പവർ ഇൻ കിലോ വാട്ട് ആൻഡ് ടൈം ഇൻ അവർ. അപ്പൊ N is nothing but K into P into T. 100 റെവല്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ കെയുടെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? 100 നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. പിന്നെ പവർ എത്ര? പവർ ഇൻ കിലോ വാട്ട് ആണ്.
230 ഇൻറ്റു 40 ഇൻറ്റു 0.95 പിന്നെ 1 അവർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 1 അവർ. ഇവിടെ പവറിങ് കിലോ വാട്ട് ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 10⁻³ കൂടി വേണമെങ്കിൽ ആഡ് ആക്കാം. ഓക്കെ, അപ്പോൾ 0.95 ഇൻറ്റു 23 ഇൻറ്റു 40 ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ആയി. മേ ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കാൽക്കുലേറ്റർ അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് നോക്കാം. 0.95 ഇൻറ്റു 23 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരും? 0.95 ഇൻറ്റു 23 ഇൻറ്റു 4 87.4 കിട്ടും. ഇൻറ്റു ഒരു 0 കൂടി കിട്ടും. അപ്പൊ 874. ഓക്കെ, 874 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബട്ട് 874. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ മെഷേഴ്സ് ഇലക്ട്രിക് എനർജി. ഇൻഡക്ഷൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കിലോ വാട്ട് അവറിലായിരിക്കും പറയുന്നുണ്ടാവും, KWH-ലായിരിക്കും പറയുന്നുണ്ടാവുക. The energy meter used for measuring energy for DC circuit is. DC സർക്യൂട്ട് ആണെങ്കിൽ ആംബിയർ അവർ ടൈപ്പ് ആണ്. നമ്മൾ ആംബിയർ അവർ മീറ്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആംബിയർ അവർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സ്പീഡ് ഓഫ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ എന്ത് മാഗ്നറ്റാ? ഷണ്ട് മാഗ്നറ്റ് ആണോ, അല്ല സീരീസ് മാഗ്നറ്റ് ആണോ, അല്ല ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണോ? സ്പീഡ് ഓഫ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ബ്രേക്കിംഗ് മാഗ്നറ്റ് അല്ലേ. ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റ് എന്തെങ്കിലും യൂസ് ഉണ്ടോ? യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഷെയ്ഡിംഗ് ബാൻഡ് എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ദ മീറ്റർ കോൺസ്റ്റന്റ് ഓഫ് എൻ എനർജി മീറ്റർ വിൽ ബി എന്താ? റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ അല്ലെ. അല്ല, കാണുമ്പോഴെല്ലാം ഒരേപോലെ ഉണ്ടല്ലേ. റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ. KS എലിമെന്റ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ എനർജി റെക്കോർഡഡ് ആണ് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കോസ് ഓഫ് എ സ്പീഡ് എറർ ഇൻ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ? എന്താ? ഈ സമയത്ത് ഇൻഡയറക്റ്റ് പൊസിഷൻ ഓഫ് ദി ബ്രേക്ക് മാഗ്നറ്റ് അല്ലെ. ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നുണ്ടാവുക. നമുക്കറിയാം സ്പീഡ് ഓഫ് ദ ഡിസ്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ദി പൊസിഷൻ ഓഫ് ദി പെർമനന്റ് ബ്രേക്ക് മാഗ്നറ്റ് അല്ലെ. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി നമ്മൾ പറയുന്നുണ്ടാവും. ദി ഫോളോയിങ് മീറ്റർ ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഈ അമ്മീറ്ററും അതേപോലെ വോൾട്ടിമീറ്ററും വാട്ടിമീറ്ററും ഒക്കെ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ ആണ്. എനർജി മീറ്റർ മാത്രമാണ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ജസ്റ്റ് ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ബ്രിഡ്ജസിന്റെ ഈ ഒരു രീതിയിലുള്ള ടേബിൾ നമ്മൾ പഠിക്കാൻ, ബ്രിഡ്ജസിന് കുറെ ക്വസ്റ്റൻസ് നമ്മൾ ആഡ് ആക്കിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം, എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒരു ടേബിളും കൂടി നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കോഡാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് ഓരോരോ മെത്തേഡാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റ് എ ടൈം നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണമെന്നില്ല. അതുപോലെ എ സി ബ്രിഡ്ജസ് ഉണ്ടല്ലോ. എ സി ബ്രിഡ്ജസിനാണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലെന്താ ക്യൂ ലോ ക്യൂ ആണെങ്കിൽ ഏത് മീറ്ററാണ് യൂസ് ചെയ്യുക, അതേപോലെ ഹൈ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഏത് മീറ്റർ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് അറിയണമെന്നില്ല. ഓക്കെ, അത് അതിൻ്റെ പേര് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഏറ്റവും എന്താ റെസിസ്റ്റൻസിൻ്റെ കേസ് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താ, റെസിസ്റ്റൻസിൻ്റെ കേസിൽ എന്തൊക്കെയുണ്ട്? ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, അതുപോലെ എന്ത് ചെയ്യാം, ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, 1 ഓമും അതിൻ്റെ ബിലോയും. ഓക്കെ, അതാണ് ലോ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേറ്റർ ദാൻ 1 ഓം ആയിരിക്കും അല്ലേ. ഗ്രേറ്റർ ദാൻ 1 ഓം ആയിരിക്കും. പക്ഷെ ലെസ് ദാൻ എന്തായിരിക്കും, 100 കിലോ ഓം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ലെസ് ദാൻ എന്താ 100 കിലോ ഓം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് മീഡിയം റെസിസ്റ്റൻസ്. ഇനിയിപ്പം ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹൈ റെസിസ്റ്റൻസ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്ന് വെച്ചാൽ ക്യാപ്പ് എന്നൊന്ന് പഠിക്കാം. ഓക്കെ, കാപ്പ്. ഓക്കെ, കാപ്പ് എന്ന് വെച്ചാൽ എന്താ, K ഫോർ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്, A ഫോർ അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ്, ആൻഡ് P ഫോർ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. ഓക്കെ,
അത് ഏറ്റവും നമ്മുടെ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. ഓക്കെ, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്. ഓക്കെ, മൂന്നാമത്തെ വെച്ചാൽ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. ഓക്കെ, ഇതാണെന്ത് നമ്മൾ ഫസ്റ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാം. രണ്ടാമത്തെ മീഡിയം റെസിസ്റ്റൻസ്. ഓക്കെ, മീഡിയം റെസിസ്റ്റൻസ് പറഞ്ഞ റെസിസ്റ്റൻസ് വെച്ചാൽ വാസോ എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാം. ഓക്കെ, വാസോ. W ഫോർ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ്. A ഫോർ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്. S ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ആൻഡ് O ഫോർ ഓമീറ്റർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ വാസോ എന്ന് പറഞ്ഞ മെത്തേഡ് രണ്ടാമത്തെ. ഓക്കെ, ഇനി അടുത്ത മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസിൻ്റെ വെച്ചാലോ LMDM എന്നുള്ള കോഡിങ്ങൾ പഠിക്കാം. ഓക്കെ, LMDM. L എന്ന് വെച്ചാൽ ലോസ് ഓഫ് ചാർജ് മെത്തേഡ്. M ഫോർ മെഗർ. ആൻഡ് D ഫോർ ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ആൻഡ് ലാസ്റ്റ് M ഫോർ മെഗോ മെത്തേഡ്, മെഗോ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, അതേപോലെ ഹൈ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, സിമ്പിളായ കാര്യം തന്നെയാണ്, മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന് ലോ റെസിസ്റ്റൻസ് എന്നും, അതുപോലെ ഇൻ ബിറ്റ്വീൻ 1 and 100 ആണെങ്കിൽ മീഡിയം എന്നും, ഗ്രേറ്റർ ദാൻ 100 കിലോ ആണെന്നുണ്ടെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് നമ്മൾ പറയും. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ കാപ്പ് എന്ന് പഠിക്കാം, മീഡിയം ആണെങ്കിൽ വാസോ എന്ന് പഠിക്കാം, ഹൈ ആണെങ്കിൽ LMD എന്നും പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത വെച്ചാൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇത് നിങ്ങൾ പഠിക്കേണ്ട കോഡ് എന്ന് വെച്ചാൽ മഹോ എന്നാണ് നിങ്ങൾ പഠിക്കേണ്ട കോഡ്. ഓക്കെ, മഹോ. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട കോഡ് മഹോ എന്നാണ്. ഇതെന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഓക്കെ, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ആൻഡ് A ഫോർ ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ഓക്കെ, A ഫോർ ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ആൻഡ് H ഫോർ ഹേസ് ബ്രിഡ്ജ്. ഓക്കെ, H ഫോർ ഹേസ് ബ്രിഡ്ജ്. അതുപോലെ O ഫോർ ഓവൻസ് ബ്രിഡ്ജ്. ഓക്കെ, O ഫോർ ഓവൻസ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിൽ കേസ് നമ്മൾ ക്യൂയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് മാക്സ്വൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ മീഡിയം ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് A ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണെങ്കിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണല്ലേ, അപ്പോൾ ലോ ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ H എന്ന് വെച്ചാൽ ഹേസ് ബ്രിഡ്ജ്. ഹേസ് ബ്രിഡ്ജ് ആകുമ്പോൾ H ഫോർ ഹൈ. അപ്പോൾ ഹൈ ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹേസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ മീഡിയം ആയി, ലോ ആയി, ഹൈ ആയി. ഓക്കെ, അപ്പോൾ ഓവൻസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ ഓവൻസ് ബ്രിഡ്ജ് എന്തിനായിരിക്കും യൂസ് ചെയ്യാം? അത് മാത്രമാണ് അവിടെ ബാലൻസ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം, ഓവൻസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇൻക്രിമെൻ്റൽ പെർമിയബിലിറ്റി. ഓക്കെ, അപ്പോൾ മീഡിയം പറഞ്ഞു, ലോ പറഞ്ഞു, ഹൈ പറഞ്ഞു, ഇൻക്രിമെൻ്റൽ ആണ്. ഓക്കെ, അപ്പോൾ മീഡിയം വാല്യൂ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ 10 ആണെന്നുള്ള മീഡിയം എന്ന് പറയാം. ഓക്കെ, ലോ എന്ന് പറഞ്ഞാൽ A ഫോർ ലോ ആണല്ലേ, അപ്പോൾ ക്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഹൈ എന്ന് വെച്ചാൽ ഹൈ വാല്യൂസ് ഓഫ് ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ എന്നൊക്കെയാണ്, ഗ്രേറ്റർ ദാൻ 10 ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും. അതുപോലെ O എന്ന് വെച്ചാൽ ഓവൻസ് ബ്രിഡ്ജ്, ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ സിമ്പിളായ ഒരു കാര്യം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, എങ്ങനെ മെഷറിങ് AC ബ്രിഡ്ജസ് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ഇപ്പോൾ കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ ഡീസോട്ടിയം ഷെയറിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉള്ളൂ. അതെന്താ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യൂവും കൂടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ മീഡിയം, ലോ, ഹൈ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്